ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, വലിയ ആലോചനയെല്ലാം തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? ആലോചിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമല്ലേ ഇത്? ഒന്ന് നമ്മുടെ കരിയറിനെ പറ്റിയും പിന്നെ പിന്നെ അല്ല, ഈ ലവറിനെ കുറിച്ചുമൊക്കെ. സമ്മതിച്ചിരിക്കുന്നു. താനാള് നിസ്സാരക്കാരനല്ലല്ലോ. സത്യം, ഞാൻ നിസ്സാരക്കാരനല്ല. ഞാൻ ടോണി. ഞാൻ സുരേഷ്, ഒരു US ബേസ്ഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ ശരി. അത് പേടിക്കൊന്നും വേണ്ട, ഞാൻ മാർക്കറ്റ് ചെയ്യാനൊന്നും വന്നതല്ല. നിങ്ങളിവിടെ ബോറടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് ചെറിയൊരു കമ്പനി തരാമെന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. കമ്പനി ആയിരുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ തന്റെ കമ്പനിയെ കുറിച്ച് പറയാണ്ടിരുന്നാൽ മതി. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഈ US UK ബേസ്ഡ് കമ്പനികളുടെ നല്ലൊരു കസ്റ്റമറായിരുന്നു ഞാൻ പണ്ട്. ഓഹോ. അങ്ങനെ കുറേ ക്ഷീണം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഹാർട്ട് ബീറ്റ് കൂടും. ഞാൻ എൻ്റെ കമ്പനിയെക്കുറിച്ച് പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇതിൽ ചേരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടംപോലെ പണം ലാഭം കൊടുക്കുന്നതുകൊണ്ടും പറയല്ല. ഈ കമ്പനിയുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: എല്ലാവരെയും പണക്കാരാക്കുക. അത് കൊള്ളാമല്ലോ. അത് കൊള്ളാലോ, അതല്ലേ പറഞ്ഞത്. ഇതിലൊരു പുതിയ സ്കീം വന്നാൽ കമ്പനി ആദ്യം നോക്കുന്നത് കസ്റ്റമർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ്. അത് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകൂ. എന്താ അത്? കമ്പനിയുടെ ലാഭം. ആദ്യം കമ്പനിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കമ്പനി അമേരിക്കയിലെ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് 112% കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്ത് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് ലാഭം കൊടുത്തു. ഓ, എന്താ നിങ്ങളുടെ കമ്പനിയുടെ പേര്? സക്സസ് വേസ്. അല്ല, എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? വേണ്ട സാർ, അത് വേണ്ട സാർ. എന്താ ഇത് പറ്റി? അല്ല, സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്ന്. സോറി സാർ, എൻ്റെ കമ്പനിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഛേ, എന്തായാലും സുരേഷ്, ധൈര്യമായിട്ട് പറയൂ, ഞാനല്ലേ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? പറയട്ടെ സാർ. പറ. അത് പിന്നെ ഈ സ്കീമുകളെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കേട്ടിട്ട് സാറ് തന്നെ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് ഈ കുറച്ച് ഇനിഷ്യൽ മുടക്കിയിട്ട് കൂടുതൽ ലാഭം കിട്ടുന്ന അങ്ങനെ ഏതെങ്കിലും സ്കീം ഉണ്ടോ? എന്നാ പിന്നെ ജംബോ ആയാലോ? അതെന്താ ജംബോ? സ്കീമാണ്. അല്ല, ഈ ജംബോ എന്താ സംഭവം? സക്സസ് വേയുടെ സ്വന്തം താരമാണ് ജംബോ. വെറും 1000 മുടക്കിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന സക്സസ് വേയുടെ സ്വന്തം ജംബോ. അത് കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. എന്നാ കേട്ടോ, ഈ ജംബോയിൽ സാറ് ഫേസ് ചെയ്യേണ്ടത് only 5 doors, 5 വാതിലുകൾ. അത്രേ ഉള്ളൂ.